ഹായ് നമസ്കാരം, ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. അപ്പോൾ എമ്പുരാൻ സിനിമയുടെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിരിക്കുകയാണ്. മുമ്പൊക്കെ നമ്മൾ പറഞ്ഞത് അവർ വാങ്ങും കോടികൾ ചിലവാക്കിയിട്ട് എടുക്കാൻ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഇപ്പോൾ OTT അവകാശം നേടിയത് ജിയോ ഹോട്ട്സ്റ്റാറാണ്. രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ ഏറ്റവും കൂടിയ റേറ്റിന് വാങ്ങിയുള്ള രണ്ടാം സ്ഥാനം മാത്രമാണ് മലയാളത്തിലെ ഏറ്റവും കൂടിയ റേറ്റിൽ രണ്ടാം സ്ഥാനം മാത്രമാണ് ഇപ്പോൾ എമ്പുരാനുള്ളത്. ഒന്നാം സ്ഥാനം ഇവരെല്ലാവരും കളിയാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ദുൽഖർ സൽമാൻ്റെ കിങ് ഓഫ് കൊത്തയാണ്. 40 കോടി രൂപയ്ക്കാണ് അതിൻ്റെ സാറ്റലൈറ്റ് അവകാശം വിറ്റുപോയത്. രണ്ടാം സ്ഥാനം മാത്രമേ എമ്പുരാനുള്ളൂ. ഇത്രയും വലിയ കോടികൾ ചിലവാക്കിയുള്ള സിനിമ OTT ഭയങ്കര വിലയ്ക്കാണ് ഞങ്ങൾ വിൽക്കാൻ പോകുന്നത്, അത്രയും പൈസ ഞങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വെറും രണ്ടാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ് എമ്പുരാൻ. അപ്പോൾ വെറും 40 കോടി രൂപ മാത്രം ചിലവാക്കിയ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2-3 വർഷം മുമ്പ് വന്ന കിങ് ഓഫ് കൊത്ത എന്ന സിനിമ എല്ലാവരും കളിയാക്കിയുള്ള സിനിമയാണ്. അത്രമാത്രം ദുൽഖർ സൽമാനെ നാണം കെടുത്തിയ സിനിമയാണ് ആ സിനിമ ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ദുൽഖർ സൽമാൻ മലയാള സിനിമയിൽ നിന്ന് കുറേ നാൾ മാറി നിന്നു. ഈ പറഞ്ഞ പോലെ തന്നെ അത്രയും കളിയാക്കാനുള്ള ഒരു സിനിമയൊന്നും ആയിരുന്നില്ല. ഈ പൃഥ്വിരാജിൻ്റെയും ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഫഹദ് ഫാസിലിൻ്റെയും നിവിൻ പോളിയുടെയും ടോവിനോ തോമസിൻ്റെയും ഇവിടെയുള്ള കുഞ്ചാക്കോ ബോബൻ്റെയും അവരൊക്കെ ഇതിനേക്കാൾ മോശം സിനിമകൾ വന്നിട്ടുണ്ട്. പക്ഷേ ദുൽഖർ സൽമാൻ്റെ ഓവർ പ്രതീക്ഷ വെച്ച് വന്നുള്ള കിങ് ഓഫ് കൊത്ത എന്ന സിനിമ ഇത്തിരി മോശമായി, അല്ലെങ്കിൽ ഒരു പുതുമുഖ സംവിധാനം ചെയ്തതിൻ്റെ കുറേ ഡ്രോബാക്ക് ഉള്ളതുകൊണ്ട് ആ സിനിമേനെ എല്ലാവരും കളിയാക്കിയ സിനിമയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ OTT റേറ്റിന് വിറ്റുപോയ സിനിമ, 40 കോടിക്ക് വിറ്റുപോയ സിനിമ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, കിങ് ഓഫ് കൊത്ത. അപ്പോൾ രണ്ടാം സ്ഥാനം മാത്രമേ ഈ 200 കോടിയിലും മുകളിൽ ചിലവാക്കിയിട്ടുള്ള എമ്പുരാൻ എന്ന സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ വാർത്ത. അപ്പോൾ ആരെയും ചെറുതായി കാണരുത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നോക്കുകയാണെങ്കിൽ 40 കോടിയോളം ബഡ്ജറ്റുള്ള സിനിമ, 40 കോടിയോളം തിയേറ്ററിൽ നിന്ന് കളക്ഷൻ കിട്ടിയ കിങ് ഓഫ് കൊത്തയ്ക്ക് 40 കോടി സാറ്റലൈറ്റ് റേറ്റ് കിട്ടുകയാണെങ്കിൽ വലിയ കുഴപ്പം.